തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. 6 കോടി രൂപയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ മകൻ ജെയ്സൺ അലക്സിന് മേൽ സമ്മർദ്ദമുണ്ടായി എന്നാണ് അമ്മ പറയുന്നത്. അഴിമതിക്ക് വഴങ്ങാത്തതിൽ വൈരാഗ്യത്തോടെ മേലുദ്യോഗസ്ഥർ പെരുമാറിയെന്നാണ് മാതാവ് ജമ്മ അലക്സാണ്ടർ 24നോട് പറഞ്ഞത്. ഈ അമ്മയുടെ വാക്കുകൾ. എന്നും എന്നെ വിളിച്ചുകൊണ്ട് അമ്മ എനിക്ക് ടെൻഷനാണമ്മ. ഒരിക്കൽ വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വിളിച്ചുകൊണ്ട് അമ്മ ഞങ്ങളെ റൗഡികളെ പോലെ വളർത്താഞ്ഞെന്തമ്മ എങ്കിൽ എനിക്ക് ഈ ടെൻഷൻ വരത്തില്ലായിരുന്നു. എനിക്ക് റൗഡികളെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ എനിക്കിതൊന്നും വരില്ലായിരുന്നു. ഞാനൊരു പാവമായുണ്ടാ എൻ്റെ തലക്കിട്ട് കൊണ്ട് ചുമട് പോലെ വെച്ച് കൊടുക്കുക ജോലി ചെയ്യാൻ. എന്തുമാത്രം പ്രസിങ്ങാണ് അവൻ. ആ ജോലിയെല്ലാം കടിച്ചു പിടിച്ച് ചെയ്യും. ഇനി ഈ കേരളത്തിൽ ഒരു പോലീസുകാരന് ഇങ്ങനൊരു ദുരന്തം വരരുത്. എൻ്റെ യാചനയാണ്, ഒരു അമ്മയുടെ യാചനയാണ്. ഒരിക്കലും വരരുത് ഇങ്ങനൊരു ദുരന്തം. ഇത്രയും പ്രായമുള്ള ആൾ ആർക്കാ പരാതി കൊടുക്കേണ്ടത്? പരാതി കൊടുത്താൽ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. എന്ത് പ്രയോജനം? ഈ അമ്മയുടെ കണ്ണീര് കേരളത്തിൽ വീണ് പൊള്ളുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ അമ്മ ജീവിച്ചിരിക്കെ മകൻ്റെ മരണം അതൊന്നും ഒരു അമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതല്ല. ഈ അമ്മയുടെ ഉള്ളു പൊള്ളുന്ന വേദന നമ്മൾ ഉൾക്കൊള്ളുന്നു. ജെയ്സൺ അലക്സിൻ്റെ ഭാര്യ സോമി മുഖ്യമന്ത്രിക്കും DGPക്കും ഇക്കാര്യത്തിൽ പരാതി കൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ വാക്കുകൾ. ഓഫീസിൽ നിന്ന് നല്ല പ്രഷറുണ്ടായിരുന്നു, നല്ല പ്രഷറായിരുന്നു. ഒരു DMRൻ്റെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അതിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറയും, എടി അത് കള്ളത്തരമാണ് കാണിക്കുന്നത് മൊത്തം, ഞാൻ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് സത്യത്തിന് വിരുദ്ധമല്ലേ എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. അപ്പോൾ ഓഫീസിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സെൽഫായിട്ട് ചെയ്തതല്ല. എന്നെയും മക്കളെയും ഭയങ്കര കൺസേൺ. ഒരിക്കലും ആ ഫോട്ടോയിൽ നോക്കി ഞാൻ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് എന്നെ ഓർത്തില്ലെങ്കിലും ഈ എന്നേക്കാളും എൻ്റെ മക്കളെ ഓർക്കും. പിന്നെ അതാണ്ട് ഇവിടെ ഒരു ബട്ടൺ കിടപ്പുണ്ട്, അത് കാക്കി ബട്ടണാണ്, പൊട്ടിയിരിക്കുന്നത്, ഹാഫായിട്ട് പൊട്ടിയിരിക്കുന്നത്. ഇച്ചേനെ ഇട്ടുകൊണ്ട് പോയത് ബ്ലൂ ഷർട്ടാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ CI ജെയ്സൺ അലക്സിനെ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും നമ്മുടെ പുതിയ DGP രവത ചന്ദ്രശേഖർ ഈ കാര്യം ഗൗരവമായി എടുക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ മരണത്തിൻ്റെ ദുരൂഹതയുടെ വാർത്തകളുമായി മനീഷ് മഹിബാൽ നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അമ്മയുടെ കണ്ണിന് നമ്മളെ അമ്പരപ്പിക്കുന്നു, നൊമ്പരപ്പെടുത്തുന്നു. ഈ അമ്മയുടെ വേദന യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഇനി ഒരു പോലീസുകാരനും ഈ അനുഭവം ഉണ്ടാകരുത് എന്ന് അമ്മ പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ശബ്ദമായി മാറുന്നു. പറയൂ മനീഷ്. തിരുവനന്തപുരം കണ്ടോൺമെൻറ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഈ ഡിജിറ്റൽ ടീമിൻ്റെ മേധാവി, അതായത് CI ആണ് നിലവിൽ ജെയ്സൺ അലക്സ്. അദ്ദേഹം നിലവിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പുതിയതായി വാങ്ങിയ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപിക്കുന്നത് 6 കോടി രൂപയുടെ, അതായത് ഈ വയർലെസ് അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് പൂർണ്ണമായും അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് അതിൻ്റെ സംവിധാനം മൊത്തം മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 6 കോടി രൂപയുടെ വയർലെസ് അടക്കമുള്ള ചില ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു. ഈ ഉപകരണങ്ങൾ വാങ്ങിയതിൽ വലിയ രീതിയിൽ കമ്മീഷൻ വാങ്ങിക്കുകയും അതിൽ അഴിമതി ഉണ്ടെന്നും ഈ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇതിൽ ഒപ്പിട്ടാൽ ഇതിൻ്റെ ചുമതലക്കാരനും ഇത് സൂക്ഷിക്കേണ്ട ആയിട്ടുള്ള ആളാണ് ഈ ജെയ്സൺ അലക്സ്. അതുകൊണ്ട് തന്നെ താൻ ഇതിൽ ഒപ്പിട്ടാൽ സൂക്ഷിപ്പുകാരൻ എന്ന രീതിയിൽ പിന്നീട് ഒരു ആഭ്യന്തര അന്വേഷണം വന്നാൽ താൻ കുടുങ്ങിപ്പോകും, താൻ പെട്ടുപോകും, അത് കള്ളത്തരമാണ്. അത് കാണിച്ചുകൊണ്ട് ആഴ്ചകളായി ഇദ്ദേഹം ഇതിൽ ഒപ്പിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ സമ്മർദ്ദത്തിലാക്കി. ഇന്ന് അമിത്ഷാ വരുന്ന ദിവസമാണ്, കേന്ദ്രമന്ത്രി അമിത്ഷാ വരുന്ന ദിവസം ഇതിൻ്റെ ആദ്യ പരീക്ഷണം, അതായത് 6 കോടി രൂപ ചെലവഴിച്ച് നടത്തിയ വയർലെസ് സംവിധാനങ്ങളുടെ ആദ്യ പരീക്ഷണം നടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്ന ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇന്നലെ രാവിലെ ഓഫീസിലേക്ക് എത്തി, അതായത് 6 മണി ഡ്യൂട്ടിക്കായി അദ്ദേഹം കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ എത്തിയ ശേഷം 9 മണിയോടുകൂടി തന്നെ അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങി പോവുകയായിരുന്നു. അദ്ദേഹത്തിനെ പിന്തുടർന്ന് പോലീസുകാരെത്തി. എന്തിനാണ് അദ്ദേഹം പോയപ്പോൾ പിന്തുടർന്ന് പോലീസുകാരെത്തിയതെന്ന സംശയവും ഇവിടെ ഭാര്യ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടിലെത്തിയ ശേഷം ഹാളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടായതടക്കം നമ്മൾ അന്വേഷിച്ചു. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവം ഓഫീസിലില്ല. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള പർച്ചേസുകൾ നടത്താവുന്നത്. അതൊക്കെ തന്നെ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുന്നതാണെന്നും ഉള്ള വിശദീകരണം നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്നത് കഴക്കൂട്ടം പോലീസാണ്. കഴക്കൂട്ടം പോലീസ് ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. നാളെ മാത്രമായിരിക്കും ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ തന്നെ നടക്കുക. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു സമഗ്ര അന്വേഷണം വേണം. അതായത് ഭർത്താവിൻ്റേത് മരണം സ്വാഭാവികമായിട്ടുള്ള മരണമല്ല, അതൊരു കൊലപാതകമാണെന്ന സംശയം കൂടി ഭാര്യ ഉന്നയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുന്നുണ്ട്. SK.
ഓക്കെ, എന്തായാലും മനീഷ് മഗ്വാൽ താങ്ക് യു.